നമസ്കാരം. രുക്മിണി ദേവിക്ക് പ്രദ്യുമ്നൻ ജനിക്കുന്ന വിവരം നമ്മൾ കഥയായി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചെങ്കിലും അതിൻ്റെ മുഖമൊന്ന് കാണാനുള്ള യോഗം രുക്മിണി ദേവിക്ക് ഉണ്ടായില്ല. അതിനു മുമ്പേ ആ കുട്ടി അപ്രത്യക്ഷമാവുമായിരുന്നു. പിന്നീട് അത് ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ശംബരാസുരൻ്റെ പാചകപ്പുരയിലെത്തുന്ന വിവരമൊക്കെ നമ്മൾ കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ പുനർജന്മമാണ്, മനുഷ്യജന്മമാണെന്ന് നമ്മൾ പറഞ്ഞു. അതറിയാവുന്ന രതീദേവി മായാവതി എന്ന പേരിൽ ഒരു പാചകക്കാരിയായിട്ട് ശംബരാസുരൻ്റെ കൊട്ടാരത്തിലുണ്ട്. ആ മായാവതിയാലാണ് ഈ ബാലൻ പ്രദ്യുമ്നൻ വളർത്തപ്പെടുന്നത്. അങ്ങനെ വളർന്ന് അതിസുമുഖനായിട്ടുള്ളൊരു യുവാവായി മാറിയിരിക്കുന്നു. അതിരറ്റ രൂപലാവണ്യത്തോടു കൂടിയ ആ യുവാവ് തൻ്റെ ആത്മവല്ലഭനാണ്, കാമദേവനാണ് എന്നറിവുള്ള മായാവതി ആ ഒരു പ്രണയത്തോടു കൂടിയിട്ടാണ് ഇടപെടുന്നത്. അപ്പോൾ പറയാണ് പ്രദ്യുമ്നൻ അതിൽ അല്പം വിഷമം തോന്നി. ദേവി, എൻ്റെ മാതാവായിട്ടുള്ള ഭവതി പുത്രനായ എന്നിൽ ഇങ്ങനെ കാമാതുരയായി പെരുമാറുന്നത് വളരെ കഷ്ടമാണ്. അത് നിഷിദ്ധവും പാപകരവുമാണ്. എന്നോട് അങ്ങനെ പെരുമാറരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മായാവതി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പ്രഭു, ഞാൻ അങ്ങയുടെ മാതാവല്ല, പ്രിയതമയായ രതിയാണ്. കൈലാസനാഥൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ അങ്ങയുടെ അവതാരം, അതായത് കാമദേവൻ്റെ അവതാരമാണ് അങ്ങ്. സാക്ഷാൽ മന്മഥൻ തന്നെയാണ്. അപ്പോൾ കാലത്തിൻ്റെ പരിവർത്തന വൈചിത്ര്യം അത്രേ പറയാനുള്ളൂ. ഈ ശംബരൻ്റെ ഈ പാചകശാലയിൽ വന്ന് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പം ഞാനാണെങ്കിൽ മായാവതി എന്നുള്ള പേര് സ്വീകരിച്ച് അങ്ങയെ നോക്കാൻ വേണ്ടി, വേറെ ഒരു ശത്രുദോഷവും അങ്ങേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നു. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മവല്ലഭയായിട്ടുള്ള രുക്മിണി ദേവിയുടെ ഉദരത്തിലാണ് അങ്ങ് ജനിച്ചിരിക്കുന്നത്. അപ്പം കാമദേവൻ്റെ പിതൃസ്ഥാനം മഹാവിഷ്ണുവിനാണല്ലോ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പൂർണ്ണ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ട് കാലാരിയുടെ കാരുണ്യത്താൽ അങ്ങ് വീണ്ടും ജനിച്ചു. ഇതാണ് അങ്ങയുടെ ജനന രഹസ്യം. അതറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങയുടെ മാതാവല്ല, മറിച്ച് ഭാര്യയാണ് എന്ന് പറയാം. അപ്പോൾ ഈ കാമദേവൻ വീണ്ടും ജനിച്ചാൽ ഈ കാമദേവനാൽ ശംബരാസുരന് മരണം സംഭവിക്കും എന്നുള്ളത് ഒരു വിധി നിശ്ചയമാണല്ലോ. അതുകൊണ്ട് രുക്മിണി ദേവി അങ്ങേ പ്രസവിച്ച മാത്രയിൽ തന്നെ മായാശക്തിയാൽ ശംബരാസുരൻ അങ്ങയെ ആരും അറിയാതെ കട്ടുകൊണ്ടുപോയിട്ട് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞതാണ്. അപ്പോൾ ഒരു മത്സ്യം അങ്ങയെ കൊത്തി വിഴുങ്ങി. എന്നിട്ടോ ഒരു മുക്കുവൻ വല വീശിയപ്പോൾ ആ മത്സ്യത്തെ വലയിൽ കിട്ടി. വിശേഷപ്പെട്ടൊരു മത്സ്യമായിരുന്നത് കൊണ്ട് ആ മുക്കുവൻ അത് ശംബരന് കാഴ്ചയായിട്ട് നൽകി. എന്നിട്ട് പാചകം ചെയ്യാനായിട്ട് പാചകിയായി എന്നെ ഏൽപ്പിച്ചു. ആ മത്സ്യത്തെ ഞാൻ കീറിയപ്പോഴോ അതിൻ്റെ ഉദരത്തിൽ നിന്ന് പ്രഭയേറിയ ഒരു കുഞ്ഞു രൂപത്തിൽ അങ്ങയെ ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ നാരദമുനി വന്നിട്ട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും എന്നെ ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ഭർത്താവായ പ്രിയതമനായിട്ടുള്ള മന്മഥനാണ് അങ്ങ്, കാമദേവനാണ് ഈ കുഞ്ഞ് എന്നറിഞ്ഞപ്പോൾ മനം കുളിർന്ന് അതിനെ പുണർന്ന് ഞാൻ രഹസ്യമായിട്ട് ഇവിടെ വളർത്തുകയാണ് ഉണ്ടായത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മായാവതി പ്രദ്യുമ്നനോട് കേട്ടോ. അപ്പം അങ്ങയുടെ പിതാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോട് കൂടിയിട്ട് അങ്ങ് ഈ മനുഷ്യ ശരീരം വെടിഞ്ഞിട്ട് അങ്ങയുടെ മൂലകാരണമായിട്ടുള്ള കാമദേവനിലേക്കും എൻ്റെ ഈ മായാരൂപം അന്ന് അവസാനിക്കുകയും ചെയ്യും. ഇതെല്ലാം നാരദമുനി എന്നെ അറിയിച്ചിട്ടുള്ള രഹസ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങ് അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങയുടെ പുണ്യ മാതാവിനെ, അമ്മയെ കാണാൻ അങ്ങ് ഉടനെ തന്നെ പുറപ്പെടണം. ഞാനും വരാൻ കൂടെ. പാവം പുത്ര ദുഃഖത്തിൽ എത്ര കാലമായി കണ്ണുനീരിൽ ഇങ്ങനെ മുഴുകി കാലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ശംബരനെ അങ്ങ് വധിക്കണം. എന്നിട്ട് ദ്വാരകയിലേക്ക് പുറപ്പെടേണ്ടതുണ്ട്. പ്രദ്യുമ്നൻ എന്നാണ് അങ്ങയുടെ പേര് എന്ന് നാരദര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരമശിവൻ്റെ അനുഗ്രഹത്താലുണ്ടായ പ്രദ്യുമ്നന് സർവ്വവിധ ആയുധവിദ്യകളും യുദ്ധമുറകളും ഒക്കെ ജന്മനാ തന്നെ ഹൃദയസ്ഥമായിരുന്നു. മായാവതിയുടെ ഉപദേശം അനുസരിച്ച് തൽക്ഷണം തന്നെ പ്രദ്യുമ്നൻ യുദ്ധത്തിനായിട്ട് ശംബരനെ വെല്ലുവിളിക്കുകയാണ്.
അപ്പം മന്മഥനല്ലാതെ മറ്റാരും തന്നെ വധിക്കില്ല എന്നാണല്ലോ ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്ന വരം. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ യുവാവ് എന്ത് ചെയ്യാനാണ് തന്നെ? എന്തിനാണ് വെറുതെ ഈ മരിക്കാനായിട്ട് എന്നെ വെല്ലുവിളിക്കണേ എന്നുള്ളതാണ് ശമ്പരാസുരൻ്റെ ഒരു ചിന്ത. അപ്പോൾ എന്നിട്ട് വളരെ അഹങ്കാരത്തോട് കൂടിയിട്ട് ആക്ഷേപഭാവത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അവർ ഭയങ്കര ഘോര യുദ്ധം അവർ തമ്മിലുണ്ടായി. ഗതി മുട്ടിയ ശമ്പരൻ ഒടുവിൽ പല മായായുദ്ധമുറകളും നടത്തി തുടങ്ങി. മായാവതിയുടെ അതിശയകരമായിട്ടുള്ള മായാശക്തി, മായാവതിക്ക് ഭയങ്കര മായാശക്തിയാണ്. അതുകൊണ്ട് അസുരൻ്റെ മായാപ്രയോഗങ്ങളൊന്നും അവിടെ ഫലമായിട്ടില്ല, ഒക്കെ നിഷ്ഫലങ്ങളായി പോയി. അവസാനം പ്രദ്യുമ്നൻ മൂർത്ത ശരങ്ങൾ ഉപയോഗിച്ചു. ആ ശരങ്ങൾ ഏറ്റിട്ട് ശമ്പരാസുരൻ ചത്ത് മരിച്ചുപോയി. അങ്ങനെ എല്ലാവരും ദേവന്മാരൊക്കെ സന്തുഷ്ടരായി. പുഷ്പവൃഷ്ടി നടന്നു. തക്ഷണം തന്നെ മായാവതിയുമായിട്ട് ഈ മാധവനന്ദനൻ, അതായത് പ്രദ്യുമ്നൻ, ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ശ്രീകൃഷ്ണന് തുല്യനായ ഒരു നവകോമള തരുണൻ, ഒരു നല്ല ഭംഗിയുള്ള ഒരു യുവാവ് സർവാംഗ സുന്ദരിയുടെ കൂടെ വരുന്നത് കണ്ടിട്ട് പുരവാസികളൊക്കെ അത്ഭുത പരതന്ത്രരായി. ഇതാരാ ഇവർ എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്നു. കാമനും രതിയുമായിരിക്കുമോ എന്ന് തന്നെ അവർ ചോദിച്ചു. അത്രയ്ക്ക് ഭംഗിയാണ്. ആകൃതി കണ്ടിട്ട് കൃഷ്ണനാണെന്ന് ചിലർക്ക് തോന്നി. അന്തപുര ലക്ഷ്യമായിട്ട് അവർ നടന്നു വരുന്നത് കണ്ടിട്ട് തോഴിമാരോടും മറ്റ് സപത്നിമാരോടും ഒക്കെ സല്ലപിച്ചുകൊണ്ടിരുന്ന രുക്മിണി ദേവി എന്തോ ഒരു വിവരിക്കാൻ പറ്റാത്ത ഒരു വാത്സല്യ പ്രചുരിമ മനസ്സിലിങ്ങനെ തോന്നി. അങ്ങനെ സംഭ്രമിച്ച് എഴുന്നേൽക്കുകയാണ്. ആ വരുന്ന യുവാവിലെ ഈ ശ്രീകൃഷ്ണൻ്റെ ഒരു കമനീയ രൂപമാണല്ലോ പ്രതിബിംബിക്കുന്നത്. എൻ്റെ കുഞ്ഞെന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആകൃതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും പ്രായം കൊണ്ടൊക്കെ ഈ കുമാരനെ പോലെ ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുകയാണ് രുക്മിണി ദേവി. ഭഗവാനെ, അവൻ എങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു, അത് ഓർക്കാൻ പോലും വയ്യല്ലോ എന്ന് വീണ്ടും ആ ഒരു, അങ്ങനെയാണല്ലോ ഒരു ട്രോമ നമ്മുടെ ലൈഫിലുണ്ടായാൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ സന്ദർഭം വരുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വരുന്ന യുവാവിൻ്റെ ദർശനത്തിൽ തന്നെ പുത്രവാത്സല്യം ഇങ്ങനെ വളരെയാണ് മനസ്സിൽ. അവനെ ആശ്ലേഷിക്കാൻ വേണ്ടിയിട്ട് കൈകളൊക്കെ ഇങ്ങനെ കൊതിക്കുന്നു. അപ്പോൾ എന്താ ഇതിന് കാരണം എന്ന് വിചാരിക്കുകയാണ് രുക്മിണി ദേവി. ഇപ്രകാരം വൈദർഭി ഈ രുക്മിണി ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുമ്പോൾ വന്നിട്ട് ആ യുവാവ് അവിടെ എത്തി രുക്മിണി ദേവിയെ കൈകൂപ്പി വന്ദിച്ചുകൊണ്ട് അമ്മേ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ ആരാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും ആത്മപ്രചോദനത്താൽ എൻ്റെ മോനെ എന്ന് വിളിച്ചിട്ട് രുക്മിണി ദേവിയും പൊട്ടിക്കരയാണ്. ആ സമയം നന്ദാത്മജനും ഒരുമിച്ച് നാരദമുനിയും അവിടെ വന്നു. ബ്രഹ്മപുത്രനായ കുമാരനെ സംബന്ധിച്ചുള്ള സർവ്വകഥകളും രുക്മിണിയെയും കൃഷ്ണനെയും മറ്റു യാദവ നേതാക്കളെയും ഒക്കെ അന്തപുര സ്ത്രീകളോ എല്ലാവരോടും പറഞ്ഞു കേൾപ്പിച്ചു. ജ്യോതിർമയനായ തൻ്റെ പുത്രനെ പരമശിവൻ പണ്ട് നിർദ്ദേശിച്ചതനുസരിച്ച് പ്രദ്യുമ്നൻ എന്ന ഭഗവാൻ നാമകരണവും ചെയ്ത് വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. നാരദനിൽ നിന്നും ആ നാമം നേരത്തെ തന്നെ മായാവതിയും ധരിച്ചിരുന്നു. രുക്മിണി ദേവി മകനെ ഗാഠം പുണർന്ന് മടിയിലിരുത്തി മൂർധാവിലും കവിളിലും ഒക്കെ അനവധി ചുംബനങ്ങളൊക്കെ അർപ്പിച്ച് പുത്രവധുവായ മായാവതിയെയും ആ മാതാവ് വാത്സല്യപൂർവ്വം ചുംബിച്ച് ആശ്ലേഷിച്ചു. കൃഷ്ണനും പുത്രവധുവിനെ തഴുകി അനുഗ്രഹിച്ചു. പ്രദ്യുമ്നൻ്റെ അന്തർധാന വൃത്താന്തം കാണാതെ ആയതൊക്കെ ഭഗവാൻ അറിയായിരുന്നല്ലോ കാരണമൊക്കെ. എങ്കിലും ദേവകാര്യാർത്ഥം അദ്ദേഹം അത് മറച്ചു വെച്ചു എന്നേ ഉള്ളൂ. കൃഷ്ണാത്മജൻ്റെ ആഗമന വൃത്താന്തം ദ്വാരക മുഴുവനും അറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആപാലവൃദ്ധം പുരവാസികൾ അവിടെ തടിച്ചുകൂടി. എല്ലാവരും നവദമ്പതികളെ കണ്ട് സന്തോഷാശ്രുക്കൾ തൂകി. ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവരെ തുടങ്ങിയ പിതൃജനങ്ങളും രേവതി ബലരാമന്മാരും ദേവകി, രോഹിണി എന്നിവരും പിന്നെ കൃഷ്ണപത്നിമാർ എല്ലാവരും പ്രദ്യുമ്നനെയും പത്നിയെയും വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകി ആശീർവദിച്ചു. പിന്നെ ഉദ്ധവർ, സാത്യകി, അക്രൂരൻ, ഗദൻ തുടങ്ങിയ യദുവംശ നേതാക്കളും മന്ത്രികളൊക്കെ വന്ന് തങ്ങളുടെ ഭക്തി, ആദര, സ്നേഹ ബഹുമാനങ്ങളൊക്കെ പ്രകടിപ്പിച്ചു. ദ്വാരകയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അന്തപുരമണി ഹർമ്മ്യമാണ് പുത്രനെ താമസിക്കാനായിട്ട് പിതാവ് നൽകിയത്. അപ്പോൾ അന്ന് പ്രദ്യുമ്നന് പ്രായം ഒരു 20 വയസ്സാണെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. പിന്നെ കാലം കുറേ ചെന്നതോടു കൂടിയിട്ട് കാലസ്വരൂപനായ ഭഗവാനെ 10 നന്ദനന്മാർ വീതം ഓരോ പത്നിയിലും ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനികളുടെ പേര് ഇപ്രകാരമാണ്: രുക്മിണിക്ക് പ്രദ്യുമ്നൻ, അത് കഴിഞ്ഞിട്ട്
ചാരുദേഷ്ണൻ, സുദേഷ്ണൻ, ചാരുദേഹൻ, സുചാരു, ചാരുഗുപ്തൻ, ഭദ്രചാരു, ചാരുചന്ദ്രൻ, ചാരുഭദ്രൻ, ചാരു എന്ന 10 പുത്രന്മാർ. സത്യഭാമയ്ക്ക് ഭാനു, സുഭാനു, സ്വഭാനു, പ്രഭാനു, ഭാനുമാൻ, ചന്ദ്രഭാനു, ബഹിർഭാനു, ഹവിർഭാനു, ശ്രീഭാനു, പ്രതിഭാനു എന്ന 10 പുത്രന്മാർ. ജാമ്പവതിക്ക് സാമ്പൻ, സുമിത്രൻ തുടങ്ങിയ 10 പുത്രന്മാരുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറയാത്ത കഥകൾ എന്താണെന്ന് വെച്ചാൽ സത്യ, കാളിന്തി, ലക്ഷ്മണ, മിത്രവിന്ദ, ഭദ്ര പല സാഹചര്യങ്ങളിലായിട്ട് ശ്രീകൃഷ്ണ പത്നിമാരായവരാണ് ഇവർ. അപ്പോൾ അവർക്കൊക്കെ ഉണ്ട് 10 പുത്രന്മാർ വെച്ച്. അങ്ങനെ 16,000 മറ്റു പത്നിമാർ ഓരോരുത്തർക്കും 10 മക്കൾ വീതമുണ്ട് എന്നാണ് കഥ. അപ്പോൾ നിസ്സംഗനും മായാരഹിതനുമായിട്ടുള്ള കൃഷ്ണനെ ഇത്ര വളരെ പത്നിമാരും പുത്രന്മാരും പുത്രികളും എങ്ങനെ ഉണ്ടായി എന്നത് ആലോചിക്കുമ്പോഴാണ് ആ സച്ചിന്മയൻ്റെ മഹത്വം വെളിവാവുക. കാരാഗൃഹത്തിൽ പിറന്നു വീണ ആ നിമിഷം മുതൽ ആ മായാമയൻ അത്ഭുതങ്ങളാണ് കാണിച്ചിട്ടുള്ളത്, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ആ നിലയിൽ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത ലീല എന്നേ കണക്കാക്കാനുള്ളൂ. ഈ ജഗത്രയത്തെ മുഴുവനും അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ട് സമസ്ത ലോകത്തിൻ്റെയും ഭർത്താവാണ് ഭഗവാൻ. സർവ്വലോകങ്ങളിലുമുള്ള സർവ്വചരാചരങ്ങളും ആ സർവജ്ഞൻ്റെ സന്തതികളുമാണ്. ജനിപ്പിച്ചതുപോലെ തന്നെ ആ സന്താനങ്ങളെ വംശത്തോടെ തന്നെ ആ മായാരഹിതൻ നശിപ്പിക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹം നിരഞ്ജനും നിരാമയനും നിഷ്കളനും നിസ്സംഗനുമായി പ്രകീർത്തിക്കപ്പെടുന്നത്. ആ കഥ വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.